മഹർഷിയുടെ ടീച്ചിങ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദി ഇൻഡിവിജ്വൽ സെൽഫ്. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. ഞാനാണിത് ചെയ്യുന്നത്, ഞാനാണിത് പറയുന്നത് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് എല്ലാവർക്കും വളരെ കൂടുതലായിട്ടുള്ളത്. സെൽഫ് അറ്റൻറ്റീവ്നെസ്സിലിരിക്കാൻ സാധിച്ചാൽ ആ സമയത്തൊന്നും ആരുണ്ടാവില്ല, ഉണ്ടാവില്ല. ഈ സാധനകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ശ്രദ്ധയെ ഈ എന്ന പോയിന്റിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ. ഈഗോ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ സെൽഫാണല്ലോ, ഞാൻ വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന തോന്നലാണ് ഈഗോ. മഹർഷിയുടെ ടീച്ചിങ്സ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദർ ഇസ് നോ സച്ച് തിങ് ആസ് ദി ഇൻഡിവിജ്വൽ സെൽഫ്. നമ്മുടെ എക്സ്പീരിയൻസ് അങ്ങനെയല്ല. നമുക്ക് ഞാനാണ് ഏറ്റവും വലിയ എക്സ്പീരിയൻസ്, ഞാൻ എന്ന തോന്നൽ, ഞാനാണിത് ചെയ്യുന്നത്, ഞാനാണിത് പറയുന്നത് എന്നുള്ളൊരു തോന്നലാണ് നമുക്ക് എല്ലാവർക്കും വളരെ കൂടുതലായിട്ടുള്ളത്. ഇതാണ് അജ്ഞാനം. അപ്പോൾ മഹർഷി പറയുന്ന ജ്ഞാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഈ ഞാൻ എന്ന വസ്തുവിനെ ചോദ്യം ചെയ്യണം. വി കനോട്ട് സിംപ്ലി ആക്സെപ്റ്റ് ഇറ്റ്. ഈ ഇൻഡിവിജ്വൽ ഐ തോട്ട് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഇൻഡിവിജ്വൽ ഐ തോട്ട് നിൽക്കുന്നത് ഒബ്ജക്റ്റിൽ പിടിച്ചുകൊണ്ടാണ്. ബിക്കോസ് ദിസ് ഐ തോട്ട് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് തരം. ഏതൊക്കെയാണ്? 2P ആൻഡ് 3P. 2P ഈസ് ദി സെക്കൻഡ് പേഴ്സൺ. 5 സെൻസസിലൂടെ നമ്മൾ അറിയുന്നത്. ദാറ്റ് വിച്ച് സ്റ്റാൻഡ്സ് ഇൻ ഫ്രണ്ട് ആണ് സെക്കൻഡ് പേഴ്സൺ ഒബ്ജക്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുമ്പോൾ അവിടെ ഈഗോ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ തേർഡ് പേഴ്സൺ മെൻ്റൽ ഒബ്ജക്റ്റ്, ചിന്തകൾ, അതും ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഐ തോട്ട് എങ്ങനെ നിലനിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് എനി തോട്ട്, അവിടെ ഐ വന്നു എന്നർത്ഥം. ഈ ഐ എന്ന് പറയുന്നത് ശരീരമാണോ? അല്ല. ഉള്ളത് നർപ്പതിൽ മഹർഷി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ ശരീരത്തിനൊരിക്കലും ഐ എന്ന് പറയാൻ സാധിക്കില്ല. നമ്മുടെ ആരുടെ ശരീരവും നമ്മളോട് പറയുന്നില്ല, അല്ലെങ്കിൽ ആരോടും പറയുന്നില്ല ഞാൻ. ശരീരത്തെ അങ്ങനെ വിളിച്ചു പറയാൻ പറ്റില്ല. അപ്പോൾ ബോഡി അങ്ങനെ പറയുന്നില്ല. പിന്നെ മഹർഷി പറയുന്നു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, ദറ്റ് ഈസ് ബ്രഹ്മൺ, അല്ലെങ്കിൽ ദ സെൽഫ്, അല്ലെങ്കിൽ ബീയിങ് കോൺഷ്യസ്നെസ്, അതും ഞാനെന്ന് വിളിച്ച് പറയില്ല. ശരീരം ഞാനെന്ന് പറയില്ല. ബീയിങ് കോൺഷ്യസ്നെസ്സും ഇറ്റ് ഡസ് നോട്ട് റൈസ് എന്നാണ് മഹർഷി പറഞ്ഞത്, വിച്ച് മീൻസ് ഇറ്റ് ഡസ് നോട്ട് സേ ഐ. അപ്പോൾ നോക്കൂ, എല്ലാം അറിയുന്ന ഒരു ഞാൻ എന്നിലുണ്ട്. ആ ഞാനെന്ന് വിളിച്ച് പറയുന്നില്ല. ഈ ശരീരവും ഞാനെന്ന് വിളിച്ച് പറയുന്നില്ല. പിന്നെ ആരാണ് പറയുന്നത്? അതാണ് ഇതിനിടയ്ക്ക് എന്തോ വരുന്നുണ്ടെന്ന് മഹർഷി പറയുന്നത് അല്ലേ. അതിൻ്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ചിത്ത് ജഡഗ്രന്ഥി എന്നല്ലേ. ചിത്തിനെയും ജഡത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കെട്ടാണ്. ഈ കെട്ടിനാണ് നമ്മൾ ഐ എന്ന് പറയുന്നത്. അത് ഉള്ളതാണോ? ഉള്ളതല്ല. നമ്മുടെ അനുഭവമാണത്. അനുഭവം എന്ന് പറയുമ്പോൾ നമ്മൾ സാധന ചെയ്യുമ്പോഴുള്ള അനുഭവമാണ് പറയുന്നത് അല്ലേ. നമ്മൾ ആത്മവിചാരം ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം, അത് ഇല്ലാത്തതാണ്. സെൽഫ് അറ്റൻറ്റീവ്നെസ്സിലിരിക്കാൻ സാധിച്ചാൽ ആ സമയത്തൊന്നും ആരുണ്ടാവില്ല, ഉണ്ടാവില്ല. ഈ ആണ് ഏറ്റവും വലിയ ശത്രു. ഈ ആണ് നമുക്ക് വിഷമം ഉണ്ടാക്കി തരുന്നത്. ഈ ഇല്ല എങ്കിൽ നമുക്കൊരു വിഷമവും ഇല്ല എന്നതാണ് സത്യം. ഈ ഫീലിംഗ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? യു സിംപ്ലി ഹാവ് ടു അറ്റൻഡ് ടു ദറ്റ് ഫീലിംഗ്. വെൻ ദിസ് ഫീലിംഗ് അറൈസസ് ഫ്രം വിത്തിൻ, ഇപ്പോഴും ഉണ്ടല്ലോ ഞാൻ എന്നൊരു തോന്നലില്ലേ, നമുക്കൊരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ട് അല്ലേ. ഈ സ്പെഷ്യൽ ഫീലിംഗ് ഓഫ് ആണ് നമ്മൾ ഈഗോ എന്ന് പറയുന്നത്. സോ ഓൾ യു ഹാവ് ടു ഡു ഇസ് സിംപ്ലി അറ്റൻഡ് ടു ദറ്റ് ഫീലിംഗ്. എങ്ങനെയാണ് ആ ഫീലിങ്ങിനെ അറ്റൻഡ് ചെയ്യാൻ? ഹൗ ക്യാൻ യു അറ്റൻഡ് ടു യുവർ ഫീലിംഗ്? യൂസിങ് യുവർ അവെയർനെസ്. യു സിംപ്ലി ഹാവ് ടു ബിക്കം അവെയർ ഓഫ് ദി ഫീലിംഗ്. യു സിംപ്ലി ഹാവ് ടു ടേക്ക് യുവർ അവെയർനെസ് ടു ദി ആം. അവിടെ തന്നെ നിൽക്കണം. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് തെന്നി മാറിപ്പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ സാധനകളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ശ്രദ്ധയെ ഈ എന്ന പോയിന്റിൽ ഉറപ്പിച്ചു വെക്കാൻ പറ്റുമോ. ഇതാണ് നമ്മുടെ സാധന. അതാണ് മഹർഷി പറയുന്നത്, ഈ എന്ന ഫീലിംഗ് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഫ്രം വേർ ഡസ് ഇറ്റ് അറൈസ്? അതാണ് വെൻസ് എം ഐ. ഈ ൻ്റെ നേച്ചറെ നമ്മൾ വിശകലനം ചെയ്യാണ്. അതാണ് ഹൂ എം ഐ, അല്ലെങ്കിൽ വാട്ട് എം ഐ. നമ്മൾ ശരിക്കും നമ്മുടെ അവെയർനെസ് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ തോട്ട്. ഹൂ എം ഐ എന്നുള്ളൊരു തോട്ടാകാൻ പാടില്ല. തോട്ടാണെന്ന് നിങ്ങൾക്ക് ആ തോട്ട് ആക്ടിവിറ്റി മനസ്സിലാവും. ഇഫ് ഇറ്റ് ഈസ് നോട്ട് എ തോട്ട്, ഇഫ് യു ആർ റിയലി ഗോയിങ് ഡീപ്പ് ആൻഡ് ഡീപ്പ് ഇൻ ടു ദറ്റ് നിങ്ങൾക്ക് തലയുടെ ഭാഗത്ത് ആ ഒരു തോട്ടിൻ്റെ ഫീലിംഗ് അറിയില്ല. യു വിൽ സ്ലോലി സ്റ്റാർട്ട് ഡിസെൻഡിങ് ഇൻ ടു യുവർ ഹാർട്ട് റീജൻ. കാരണം നിങ്ങളുടെ ചിന്തകൾ ഉദിക്കുന്നത് അവിടെ നിന്നാണ്. ഇറ്റ് ഈസ് അറൈസിങ് ഫ്രം യുവർ ഹാർട്ട്. സോ വെൻ യു സീക്ക് ഇറ്റ് വിത്തിൻ, ആ ഈഗോ, ആ ഞാൻ എന്ന ചെറിയൊരു ബോധം ഉണ്ടല്ലോ, നശിക്കുന്ന സമയത്ത് എവിടെ നിന്നാണോ ഈ ഞാൻ പൊങ്ങി വന്നത് അവിടേക്ക് നമ്മുടെ ശ്രദ്ധ ചെന്നെത്തും. നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധ നമ്മൾ ഈ എന്ന
സത്യമായി തോന്നുന്ന എന്നാൽ സത്യമല്ലാത്ത വസ്തുവിനെ തേടി അന്വേഷിച്ച് പോകുമ്പോൾ എന്ത് സംഭവിക്കും? യു വിൽ സ്ലോലി ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ. ബിക്കോസ് ഈ അന്വേഷണം കൃത്യമായിട്ട് പോവുകയാണെങ്കിൽ ഈ ഈഗോ ഐ സബ്സൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഓളം വളരെ പൊങ്ങി നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ സ്ലോലി ആ ഓളം അങ്ങനെ സബ്സൈഡ് ചെയ്തിട്ട് സമുദ്രത്തിലേക്ക് ലയിക്കുന്നത് പോലെ വെൻ യു സ്റ്റേ വിത്ത് ദറ്റ് ഐ ഫീലിംഗ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇറ്റ്, എൻക്വയറിംഗ് ഇറ്റ്, വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ വാനിഷ്. സോ വെൻ ഇറ്റ് വാനിഷസ്, വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ അവെയർനെസ് എവിടെ പോയി നിൽക്കും? യുവർ അവെയർനെസ് വിൽ സ്റ്റേ ആസ് അവെയർനെസ്. ദി അവെയർനെസ് ദറ്റ് യു ആർ ആ റൈസിങ് ഇല്ലാതെയാവുന്ന സമയത്ത് യു വിൽ സ്റ്റേ ആസ് യു ആർ, യു വിൽ ബി ആസ് യു ആർ. അതാണ് സുമ്മായിർ, വെറുതെ ഇരിക്കാൻ പറഞ്ഞ അർത്ഥം. അവിടെ ആക്ടിവിറ്റി ഇല്ല, ദർ ഇസ് നോ മെൻ്റൽ ആക്ടിവിറ്റി. സോ ഇറ്റ് വിൽ ഗോ ബാക്ക് ഇൻ ടു ദി ഹാർട്ട്, ഇറ്റ് സബ്സൈഡ്സ് ബാക്ക് ഇൻ ടു ദ ഹാർട്ട്. മറ്റെല്ലാ പ്രാക്ടീസസിനും ഐ വേണം, മഹർഷി പറഞ്ഞിട്ടുണ്ടല്ലോ. ബാക്കി ഏത് സാധനം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഐ വേണം. ഇവിടെ അത് വേണ്ട. ഇവിടെ സാധകൻ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്, ശിഷ്യൻ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. ശിഷ്യൻ ഇല്ലാതെയാവുമ്പോൾ പിന്നെ അവിടെ ഗുരു മാത്രമേ ഉള്ളൂ. ഭക്തൻ ഇല്ലാതെയാവുക ചെയ്യുന്നത്. ഭക്തൻ ഇല്ലാതെയാകുന്ന സമയത്ത് അവിടെ ആരുള്ളത്? ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ബിക്കോസ് യു ആർ ദാറ്റ് ഗോഡ്, യു ആർ ദാറ്റ്. ആ സത്യം നമുക്ക് തിരിച്ചറിയാണ്. ബാക്കി എല്ലാ പ്രാക്ടീസും ഐ നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ആത്മവിചാരം മാത്രം ഐ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു അനൈഹിലേറ്റ് ദിസ് ഐ. ഈ ഐ ഉണ്ടെങ്കിൽ നമുക്കറിയാം വലിയ പ്രശ്നമാണ്. വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല, എത്ര സമ്പത്തിട്ടായിട്ടും കാര്യമില്ല, എല്ലാ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ട്, ഒരു കാര്യമില്ല. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു വിനയായിട്ട് വരും. നമ്മളത് ക്ലെയിം ചെയ്താൽ ഇതെൻ്റെതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇതെൻ്റെതാണെന്നുള്ളൊരു തോന്നലില്ലേ ഒരു കുഴപ്പമില്ല കേട്ടോ. യു ക്യാൻ ടേക്ക് എനിത്തിങ്, ഒരു വിഷയവും ഇല്ല. സോ ദാറ്റ് ഈസ് ദ ട്രബിൾ. സോ വി ഹാവ് ടു ഫൈൻഡ് ദ സോഴ്സ്, എൻക്വയർ ഇൻ ടു ദ സോഴ്സ്. അപ്പോൾ നമുക്കുള്ള ഒരു ലക്ഷണം എന്താണോ ആ ലക്ഷണം വെച്ചിട്ട് നമുക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ഈ ആത്മവിചാരത്തിന് ഒരു ലക്ഷണമേ ഉള്ളൂ, ഐ എന്ന ഫീലിംഗ്. ഞാൻ ഉണ്ട് എന്നൊരു തോന്നൽ നമുക്കുണ്ട്. അവിടേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുപോകണം. അതാണ് ക്ലൂ. മഹർഷി പറയുന്നില്ലേ, ഒരു നായ ആ നായയുടെ യജമാനനെ ട്രേസ് ചെയ്യുന്നത് ഈ സെൻറ്റ് വെച്ചിട്ടാണ് അല്ലേ. ദി ഓൺലി ക്ലൂ ദ ഡോഗ് ഹാസ് ഈസ് ദ സെൻറ്റ് ഓഫ് ഇറ്റ്സ് മാസ്റ്റർ. ദാറ്റ് ഈസ് ദി ഓൺലി ക്ലൂ. ആ ഒരു ക്ലൂ വെച്ചുകൊണ്ടാണ് സ്മെൽ ചെയ്ത് മാസ്റ്റർ അന്വേഷിച്ച് പോകുന്നത്. ആൻഡ് ഹി ഫൈൻഡ്സ് ഇറ്റ്, ഹി ഫൈൻഡ്സ് ഹിസ് മാസ്റ്റർ. നമ്മളെ സംബന്ധിച്ച് ഈ ക്ലൂ ഐ എന്നാണ്. അതവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം മറ്റൊരു ഐ അവിടെയുണ്ട്, വിച്ച് ഇസ് ദ സെൽഫ്, വിച്ച് ഇസ് ദ ബിഗ് ഐ. സോ സ്മോൾ ഐ ഇസ് ദ ക്ലൂ ദറ്റ് വി ഹാവ്. അപ്പോൾ സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ സെൽഫ് അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ ഐ എന്ന ക്ലൂവിൽ നമ്മൾ ശ്രദ്ധ വിടാതെ അവിടെ തന്നെ നിൽക്കുക. ദാറ്റ് ഈസ് വാട്ട് വി മസ്റ്റ് ഡു. ഈ നായയുടെ ശ്രദ്ധ ഈ സെൻറ്റിലായിരുന്നു. പക്ഷെ കുറച്ച് പോകുന്ന സമയത്ത് വേറെ എന്തെങ്കിലും അപ്പുറത്തൊരു ഇറച്ചി കഷ്ണം കണ്ടു വിചാരിക്കാം. അതിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും യജമാനെ കിട്ടില്ല. നമ്മുടെ ലൈഫ് അങ്ങനെയാണ്. നമ്മളെല്ലാം വിചാരത്തിന് കാര്യമായിട്ടൊക്കെ ഇരിക്കും, ഞാനിപ്പോൾ ഒന്ന് ചെയ്യാൻ പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ അപ്പോഴേക്കും നമുക്ക് അപ്പുറത്തൊരു ഇറച്ചി കഷ്ണം തമാശയിൽ പറഞ്ഞാണ്, ഒന്നുമല്ല, ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, വാട്ട് എവർ. അല്ലെങ്കിൽ വേണ്ട, മഹർഷിയുടെ ടീച്ചിങ് നോക്കിക്കളയാം. പുസ്തകം എത്ര വായിച്ചിട്ടും കാര്യമില്ലെന്ന് മഹർഷി പറയുന്നു. കാരണം ഇതാണ്, നമ്മൾ വേദാന്തം പഠിച്ചതിലും അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. കാരണം വേദാന്തത്തിലൊന്നും എന്തില്ല, സെൽഫില്ല. സെൽഫുള്ളത് എവിടെയാണ്? നമ്മുടെ ഉള്ളിലാണേ. അപ്പോൾ ഇതെല്ലാം സഫിഷ്യൻ്റായിട്ടുള്ള ഇൻട്രസ്റ്റ് നമ്മളിൽ ജനിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഈ പുസ്തകങ്ങളൊക്കെ. ബട്ട് വൺസ് നിങ്ങൾക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? പിന്നെ വി ഹാവ് ടു വർക്ക് ഓൺ ഇറ്റ്. ഒരു വിദ്യാർത്ഥിക്ക് ധാരാളം പുസ്തകങ്ങൾ പേരൻസ് വാങ്ങിക്കൊടുത്തു. കുട്ടി പിന്നെയും പുസ്തകം വാങ്ങണമെന്ന് പറയുകയാണ്. ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് പഠിച്ച് പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെയും പുസ്തകം വാങ്ങിക്കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഉള്ള പുസ്തകം പഠിച്ചാൽ മതി, അതിലേ വരുള്ളൂ ചോദ്യങ്ങളൊക്കെ. ഉള്ള അറിവ് നമുക്ക് മതി. നമ്മളെന്താ വേണ്ടത്? കഴിയുന്നിടത്തോളം നമ്മൾ ഈ ഞാൻ എന്ന ബോധത്തിൽ ഉറച്ചു നിൽക്കുക. അതാണ് ട്രേസിങ് ദി ഐ. ദ ഡോഗ് ട്രേസിങ് ഹിസ് മാസ്റ്റർ. ആ സെൻറ്റ് ഉപയോഗിച്ച് നമ്മളെ സംബന്ധിച്ച് ഈ സെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു മണം എന്ന് പറയുന്നത് ഈ ഐ ആണ്. അതാണ് നമുക്ക് ക്ലൂ. അപ്പോൾ അതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ സംഭവിക്കും, ആ ഐ തോട്ട് ഇല്ലാതെയാവും. ആ ഐ തോട്ട് ഇല്ലാതെയാകുന്ന സമയത്ത് ഈ ഐ തോട്ട് എവിടെ നിന്നാണോ ഉദിച്ചത് അതിൻ്റെ ഡെപ്തിൽ വേറൊരാളവിടെ ഇരിക്കുന്നുണ്ട്. അതാണ് സെൽഫ്. ഈ ഐ കൊഴിഞ്ഞു വീഴുന്ന സമയത്ത് മറ്റേ ഐ അവിടെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരും. ദാറ്റ് ഈസ് ദ റിയൽ സെൽഫ്. അവിടെ ഒരു ഐ എന്ന് പറയാനൊരാളുണ്ടാവില്ല, പക്ഷേ യു വിൽ നോ. പലരും പറഞ്ഞല്ലോ, വല്ലാത്തൊരു സെൻസ്, ഒരു സ്പേഷ്യസ്നെസ്, വല്ലാത്തൊരു ആനന്ദം എന്നൊക്കെ പലരും പറഞ്ഞില്ലേ ഇവിടെ. സൈലൻസ് എന്നൊക്കെ അതാണ്.
അതിന് പ്രത്യേകമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് വി നോ, നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമുക്കത് കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുക. സോ ഈ അഹം വൃത്തി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളതിലേക്കാണ് എൻക്വയർ ചെയ്യേണ്ടത്. എൻക്വയർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ അഹം വൃത്തി എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ വാസനകളിൽ നിന്നാണ് വരുന്നത്. ഈ ഐ സബ്സൈഡ് ചെയ്യുമ്പോൾ നേരെ ഇറ്റ് ഫോൾസ് ഫ്ലാറ്റ് ഓൺ ദ സെൽഫ് അല്ലേ. സോ ദ ലൈറ്റ് ഓഫ് ദ സെൽഫ് ഇറ്റ് ഫോൾസ് ഓൺ ദ ഈഗോ, ഇറ്റ് ഫോൾസ് ഓൺ ദ വാസനാസ്. അതെല്ലാം ഡിസ്ട്രോയ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഹൂ ആം ഐ എന്ന കൃത്യമായ അന്വേഷണം എല്ലാ ചിന്തകളെയും ഡിസ്ട്രോയ് ചെയ്യും എന്ന് പറയുന്നത്. ഹൂ ആം ഐ എന്നുള്ള പുസ്തകത്തിൽ മഹർഷി പറയുന്നുണ്ടല്ലോ, ചുടലക്കൊള്ളി ഉപയോഗിച്ച് ആ കത്തുന്ന തീയുണ്ടല്ലോ, ബേണിംഗ് ഫയർ, ഇളക്കുന്നത് പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ കയ്യിലുള്ള കൊള്ളിയും കത്തിപ്പോവും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോൺസെപ്റ്റ് ശരിക്കും വളരെ സിമ്പിളാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. അതിനുള്ള ട്രാക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ പ്രാക്ടീസിലൂടെ ഷൈൻ ചെയ്യിക്കുകയാണ് വേണ്ടത്.